സ്റ്റോറിയാണെല്ലാം. ആക്ച്വലി ഇതെന്റെ സെക്കൻഡ് പ്രഗ്നൻസി ആണ്. എനിക്കൊരു മിസ്കാരേജ് ആയിരുന്നു. റെക്കോർഡ് തന്നെയായിരുന്നു ഇത്രയും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വാവക്കുടം ഒഫീഷ്യൽ. ഇന്നത്തെ വീഡിയോ പ്രഗ്നൻസി സ്റ്റോറിയാണ്. പ്രഗ്നൻസി സ്റ്റോറി. എനിക്കാണ് തല ഇറങ്ങാനുള്ളത്, പൊന്നൂരല്ല തല ഇറങ്ങേണ്ടത്. അല്ലേ ബാബേ, അമ്മയ്ക്കാണ് തല ഇറങ്ങേണ്ടത്. സോ ഞങ്ങളുടെ അല്ല, എന്റെ ഡെലിവറി സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഉണ്ട്, വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്, വളരെ വലിയ പങ്ക്. നോ വാവേ, നോ നോ വാവേ. വാവ ഉണ്ടായ കഥ പറഞ്ഞു തരട്ടെ. അതല്ല, ഈ വീഡിയോസ് എല്ലാം നീ വളരെ വരുന്ന കാണാനുള്ളതാണ്. ഇതെല്ലാം നീ വരുന്ന സ്റ്റോറീസ് ആണ്, മനസ്സിലായോ? സ്റ്റോറിയാണെല്ലാം. അപ്പൊ ഗൈസ്, ഡിസംബർ 2023. ഡിസംബർ 2022. 2023. അപ്പൊ ഡിസംബറിലാണ് ഗൈസ്, 2022 ആക്ച്വലി ഇതെന്റെ സെക്കൻഡ് പ്രഗ്നൻസി ആണ്. എനിക്കൊരു മിസ്കാരേജ് ആയിരുന്നു. അത് 2021 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4 മാസം കഴിഞ്ഞപ്പോ അന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അത് പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കാര്യം. എനിക്ക് അറിയത്തില്ലായിരുന്നു, കാരണം ഞാൻ തൈറോയിഡ് പേഷ്യന്റ് ആണ്. എനിക്ക് ഹൈപ്പോ തൈറോയിഡിസം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, പീരീഡ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് വരത്തില്ല ഈ തൈറോയിഡ് കാരണം. എനിക്ക് ഒരിക്കലും പീരീഡ് കറക്റ്റ് ആയിട്ട് വന്നിട്ടേ ഇല്ല. സോ എപ്പോഴും ഒരു മേ ബി 5 days, ഒരു 10 days ഒക്കെ മാറി തിരിഞ്ഞൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. എനിക്ക് ആകാണ്ടിരുന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഒരു ദിവസം എനിക്കിങ്ങനെ ക്ഷീണമൊക്കെ കാരണം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പോസിറ്റീവ് ആയിരുന്നു. അത് ഞാൻ പറയാം. അപ്പൊ ഞാൻ ഇന്നിപ്പം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു, എന്റെ പ്രഗ്നൻസി പോസിറ്റീവായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. അന്ന് ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും ജോലി ഇല്ലാതെ എന്ത് ചെയ്യും എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. പറഞ്ഞാൽ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഒരു 5 പൈസ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അത്. ബട്ട് എന്നാലും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. എന്ത് ചെയ്യാൻ അറിഞ്ഞൂടാ എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ എനിക്ക് വീണ്ടും പനി കൂടി ഗൈസ്. പനി കൂടി എന്റെ സൗണ്ടൊക്കെ അടഞ്ഞപ്പോഴത്തേനും നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കി. കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ അതും പോസിറ്റീവ്, അടിക്കടി പോസിറ്റീവ്, വെറും പോസിറ്റീവ് മാത്രം. അപ്പം അത് കഴിഞ്ഞിട്ട് കൊറോണ കഴിഞ്ഞ് ഞാൻ നെഗറ്റീവായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ബേബിക്ക് ഗ്രോത്ത് ഇല്ലായിരുന്നു. അങ്ങനെ മിസ്കാരേജ് ആയിരുന്നു. 9-10 weeks ആയപ്പോഴത്തേനും ഹാർട്ട് ബീറ്റ് കാണാണ്ട് ഗ്രോത്ത് ഇല്ലായിരുന്നു. അങ്ങനെ മിസ്കാരേജ് ആയതായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് 2023 അതേ നമ്മൾ കുറെ നാൾ പ്ലാൻ ചെയ്തില്ല, കാരണം നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരുന്നു. അപ്പം നമ്മൾ ബ്രേക്ക് എടുത്തു. പിന്നെ നമ്മൾ ഫിനാൻഷ്യലി നമ്മളൊന്ന് സ്റ്റേബിൾ ആവണമായിരുന്നു. നമ്മൾ രണ്ടുപേരും ജോലിയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് സെറ്റ് ആവണമായിരുന്നു വീണ്ടും. കാരണം ആ സമയത്ത് ജോലി പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ റീജോയിൻ ചെയ്തു ഗൾഫ് ഫെയറിൽ. അത് കഴിഞ്ഞ ദിവസം വേറെ നല്ല ജോലി കിട്ടി, നമ്മൾ ഓക്കെ ആയി, രണ്ടുപേരും ഓക്കെ ആയതിനു ശേഷം പിന്നെയാണ് നമ്മള് എന്താ പറയാ, ഓക്കെ ഇനി ഭാവി ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സംഭവത്തിലോട്ട് എത്തി. അപ്പൊ ഡിസംബർ ആയപ്പോ, കഴിഞ്ഞ ഡിസംബറിന് എനിക്ക് ലീവായിരുന്നു. ലീവായിട്ട് നാട്ടിൽ പോയിട്ട് ആർമാദിക്കലായിരുന്നു എല്ലാ ദിവസവും. ഞാനൊരു 20th കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് എല്ലാ ദിവസവും പാർട്ടി എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ദിവസവും പാർട്ടി. ഞാൻ ഡാൻസ് മാത്രം എല്ലാ ദിവസവും. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, അറിഞ്ഞില്ല. 21 തൊട്ട് 29 വരെ ഞങ്ങൾ ഫുൾ ഓണായിരുന്നു. അത് കഴിഞ്ഞിട്ട് യോശ നാട്ടിൽ തന്നെ നിന്നു. ഞാൻ തിരിച്ചിവിടെ വന്നു. എന്റെ ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ എനിക്ക് വയ്യാണ്ടെന്ന് എനിക്ക് പനി ചുമയൊക്കെ ആയി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേനും
അവര് പറഞ്ഞു ചുമയ്ക്ക് വേണ്ടിട്ട് പോയതാണ് ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ ഭയങ്കര ചുമയും ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി ചുമ ആവാനല്ലേ പോണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്നാലും എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് എക്സ്റേ റെഡി ആവാൻ വേണ്ടി ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും പിന്നെ ഡോക്ടർ ചോദിച്ചു ലാസ്റ്റ് പീരീഡ്സ് എപ്പോഴാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലാസ്റ്റ് പീരീഡ് അതെപ്പോഴായിരുന്നു, 1 മാസം ആയി തോന്നുന്നു, ആയിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഓക്കെ ഫൈൻ, എങ്കിൽ പിന്നെ നമുക്കൊരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് എക്സ്റേ ചെയ്താൽ മതി, അത് നെഗറ്റീവ് ആണെങ്കിലെന്ന്. അപ്പോഴേ ഞാൻ ഓ മൈ ഗാഡ് ഞാൻ എന്ത് ചെയ്യും. പിന്നെ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് റിസൾട്ട് വന്നത്. അന്ന് വന്നില്ല. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. റിസൾട്ട് വന്ന് ഞാൻ ഇങ്ങനെ നോക്കാണ്, കൗണ്ട് ഒക്കെ നോക്കിയിട്ട് റിസൾട്ട് മുന്നേ ഞാൻ ഫ്ലൈറ്റ് ചെയ്തു ചെയ്തതെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് അറിയാമല്ലോ പ്രഗ്നന്റ് ആണോ അല്ലയോ. അതുപോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് കുനിയാൻ പേടി, നിൽക്കാൻ പേടി, ഒരു സാധനം എടുക്കാൻ പേടി. എനിക്ക് ഇതിന്റെ ടർബുലൻസ് ആക്കുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി എന്റെ കൈ ഇങ്ങനെ പോകുന്നത് എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. മീൻസ് നമ്മൾ കോൺഷ്യസ് ആയി എനിക്കിങ്ങനെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞ് റിസൾട്ട് എനിക്ക് കിട്ടിയപ്പോഴത്തേനും വീണ്ടും ഞാൻ വിളിച്ചു നോക്കിയാണ്, ഞാൻ പോസിറ്റീവ് ആയത് പോസിറ്റീവ് ആണോ, ഞാൻ പ്രഗ്നന്റ് ആണോ. ഒരു യെസ് മാം യു ആർ പ്രഗ്നന്റ്. എന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ജോസിനെ വിളിച്ച് പറഞ്ഞില്ല, ഞാൻ ആരടുത്ത് ഈ കാര്യം പറഞ്ഞില്ല. കാരണം എനിക്ക് അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ജനുവരി 7-ാം തീയതി ജനുവരി 8-നായിരുന്നു. ഞാൻ കറക്റ്റ് പോയത് 1 മാസത്തേക്കായിരുന്നു. 1 മാസത്തേക്കല്ല 25 ദിവസം അങ്ങനെ. അപ്പൊ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തിരിച്ചു വരാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോഴത്തേനും ഞാൻ ആ ട്രിവാൻഡ്രം ഫ്ലൈറ്റിന് മുന്നേ തന്നെ ഇവിടെ പോയി ഒരു പ്രഗ്നൻസി മറ്റേ കിറ്റൊക്കെ മേടിച്ച് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് അതിലൊന്നും കൂടി ടെസ്റ്റ് ചെയ്ത് എല്ലാം ഒരു കുഞ്ഞുടുപ്പൊക്കെ മേടിച്ച് ഒരു ഷൂ ഒക്കെ മേടിച്ചിട്ട് പോയി. എന്നിട്ട് അപ്പൊ യോഷൻ വന്നു, കണ്ടു, എന്നെ പിക്ക് ചെയ്യാൻ വന്ന എയർപോർട്ടിൽ. എന്നിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക്, നമുക്ക് ഹോട്ടൽ അക്കോമഡേഷൻ ആണല്ലോ, അപ്പൊ നേരെ ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് യോശനെ മാറ്റിയിട്ട് അവിടെ ബെഡിൽ ഇങ്ങനെ ഇതൊക്കെ വെച്ച് സർപ്രൈസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ്. ഞാൻ ജസ്റ്റ് ടോയ്ലറ്റിൽ പോയില്ല. അപ്പോഴത്തേനും ഒരാൾ അവിടെ നോക്കിയിട്ട് നിനക്ക് ഈ മാസം പിരീഡ് ഇതുവരെ ആയില്ലേ. അപ്പോഴത്തേനും പോയി എന്റെ എല്ലാ സർപ്രൈസും പോയി, എല്ലാ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരാള് പ്രഗ്നൻസി കിറ്റൊക്കെ ആയിട്ട് ഒരു ചെറിയ ഷൂസും ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് കൊണ്ട് കാണിക്കുകയാണ്. എനിക്ക് ഫസ്റ്റിൽ എനിക്ക് ഒരു അടിച്ചു, ഒരു വൈബ് അടിച്ചു, എന്തോ ഉണ്ടെന്നുള്ളൊരു വൈബ്. എന്നിട്ട് അങ്ങനെ കാണിച്ചു. ഞാൻ വിചാരിച്ചത് ഓ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് എന്നെ തൂക്കി കറക്കി. അല്ല ഞാൻ പൊതുവെ അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറച്ച് കമന്റ് വന്നു, ചേട്ടൻ ഒട്ടും എക്സ്പ്രസീവ് അല്ല, റൊമാൻറ്റിക് അല്ല. റൊമാൻറ്റിക് ആണ്, പക്ഷെ അത്ര എക്സ്പ്രസീവ് അല്ല. ആൾക്കാര് അങ്ങനെ ഇപ്പൊ ആർക്കും ഇല്ലായിരുന്നു അല്ലെങ്കിലും. അപ്പൊ അങ്ങനെ പറഞ്ഞു, പക്ഷെ കണ്ണ് നിറഞ്ഞു. എനിക്ക് സന്തോഷം തോന്നി, കണ്ണൊക്കെ നിറഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു അല്ലേ? നമ്മള് ദൈവാനുഗ്രഹമാണ് കഴിച്ചത്. അത് ഭയങ്കര ദൈവാനുഗ്രഹമാണ്. ഫസ്റ്റ് ട്രൈ ആയിരുന്നു. അത് ഭയങ്കര ദൈവാനുഗ്രഹമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പപ്പയെടുത്ത് അമ്മയെടുത്ത് അവർക്ക് പിന്നെ ഭയങ്കര സന്തോഷം. കാരണം എന്റെ പപ്പയമ്മ എന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞിക്കാരെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്. കാരണം ഞാൻ ഒരൊറ്റ മോളാണ്. അപ്പൊ അവര് വാവനെ കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹത്തിലാണ്. എനിക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ വേറെ അങ്ങനെ ആരുടെടുത്തും പറഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞാൻ ആ തിരിച്ചു വന്ന ഫ്ലൈറ്റില് ട്രിവാൻഡ്രം തിരിച്ചു വന്നപ്പോ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഫ്ലൈറ്റില്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഛർദില്. എനിക്ക് ആ ഫ്ലൈറ്റിന്റെ സ്മെല്ല് തന്നെ എനിക്ക് ഒട്ടും എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് എന്ന് വെച്ചാൽ ഞാൻ ലാൻഡിങ്ങിനൊക്കെ വോമിറ്റിങ് ഇങ്ങനെ പേപ്പർ ബാഗ് വെച്ചിട്ട് വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഫ്ലൈറ്റ്സ് എനിക്ക് ഒട്ടും പറ്റത്തില്ല. പിന്നെ നമുക്കും അങ്ങനെയാണ്. നമുക്ക് ഇപ്പൊ പ്രഗ്നന്റ് നമ്മൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു റിസ്ക്കും എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം അത് കാരണം ഞാനത് കുറച്ചുകൂടി ഫ്ലൈ ചെയ്യാന്ന് വിചാരിച്ചത് എന്റെ ആ സമയത്ത് എന്റെ പ്രൊമോഷന്റെ സമയമായിരുന്നു. കറക്റ്റ് എന്റെ ക്യാബിൻസിന്റെ പ്രൊമോഷന്റെ സമയമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഓക്കെ എന്റെ ക്യാബിൻസിനെ കോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ പറയാമെന്നുള്ള വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ചു ഓക്കെ അതൊക്കെ പിന്നെ പ്രൊമോഷൻ ഒന്നും എനിക്കൊരു വിഷയമല്ല, അതൊക്കെ വഴിയേ ദൈവം പതുക്കെ നമുക്ക് അതെല്ലാം തരും. ഇപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ കുഞ്ഞാവയാണ്. അപ്പം
അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ ഓഫീസിൽ പറഞ്ഞു ലീവായി. പിന്നെ പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് ഫസ്റ്റ് സ്കാനിങ്ങിന് പോയപ്പോ ചെറിയൊരു ബ്ലീഡിങ് കണ്ടു. സ്കാനിങ്ങില് എനിക്ക് പുറമെ ബ്ലീഡിങ് തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് പുറമേ ബ്ലീഡിങ് അല്ല, ഓക്കെ, പുറമേ എനിക്ക് ബ്ലീഡിങ് ഇല്ലായിരുന്നു. സ്കാനിങ്ങിലാണ് ആ ബ്ലീഡിങ് കണ്ടത്. അപ്പൊ അതിന് അവര് ഇഞ്ചക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിൽക്കണം, അപ്പൊ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല. അപ്പൊ 3 months വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടറോട് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോകുന്ന നാട്ടിൽ 7 months കഴിഞ്ഞ് തിരിച്ചു ആൺകുട്ടിയാണെന്ന്. കാരണം ഇവിടെ പറയുമല്ലോ, നാട്ടിലല്ലേ പറയാത്തത്, ഇവിടെ ജെൻഡർ അവര് പറയും. അപ്പൊ ലാസ്റ്റ് ഞാൻ പോണതിന് തൊട്ട് മുന്നുള്ള സ്കാനിങ്, ആക്ച്വലി 3 months അല്ല, 4th month സ്കാനിങ് ആണ്. സ്കാനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോണത്. അപ്പൊ അതിന് അവര് പറഞ്ഞത് ആൺകുട്ടി എന്നാണ്. അപ്പൊ വാക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആൺകുട്ടി എന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാലും അതൊന്നും എനിക്കൊരു വിഷയമല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി. നാട്ടിൽ പോയിട്ട് 4 മാസം നാട്ടിൽ പോയി. 7 മാസം തിരിച്ചെത്തി. 7 മാസം ഞാൻ തിരിച്ചു വന്ന് അപ്പൊ എന്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നു, സ്കാനിങ് ഒക്കെ ചെയ്തു, എല്ലാം ഓക്കെ ആണ്. അതെ, ഫസ്റ്റ് സ്കാനിങ്ങിന് പോയി. ആ സ്കാനിങ് കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു, ഓ യുവർ ബേബി ഗേൾ ഇസ് സോ ഹെൽത്തി. സ്കാനിങ്ങിന് പോണതിന് മുമ്പ് ഞാൻ പറഞ്ഞു നോക്കിക്കോ, ചിലപ്പോ പെൺകൊച്ചായിരിക്കും. അത് പറഞ്ഞു കേട്ടോ, എന്റെ അടുത്ത് പറഞ്ഞു ചിലപ്പോ പെൺകൊച്ചായിരിക്കും, നോക്കിയോ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ അങ്ങനെ ജോഷിനകത്ത് നിക്കുവാണല്ലോ, എല്ലാം കാണിച്ചു തന്നിട്ട് ഡോക്ടർ യുവർ ബേബി ഗേൾ ഇസ് സോ ഹെൽത്തി ആയിട്ട്, സോ ആക്റ്റീവ്, അങ്ങനെ എന്താ ബേബി ഗേളോ ഭയങ്കര ചിരി, സന്തോഷായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ ഫസ്റ്റ് 5 months എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. പിന്നെ മധുരമുള്ള ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഞാൻ വോമിറ്റ് ചെയ്യും. മധുരമേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ആൻഡ് എന്റെ ഇഷ്ടം എനിക്ക് ഫുള്ള് ചീരയൊക്കെ ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ചീരയും ബ്രോക്കലിയും ഒക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തുകൊണ്ടറിയത്തില്ല, കരിക്കും വെള്ളം, എനിക്ക് വീട്ടിലെ ഫുഡൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. 7 മാസം കഴിഞ്ഞ് 8ാം മാസം 36 weeks. 8ാം മാസം 36 weeks ആയപ്പോ ഒരു ദിവസം രാത്രി ഞാൻ എണീറ്റ്, രാത്രിയല്ല, ഒരു വെളുപ്പിന് 4 മണി 3 മണി 3:30 ആ സമയമൊക്കെ ആയപ്പോഴത്തേനും നോർമലി നമ്മൾ ടോയ്ലറ്റിൽ പോകണക്ക് ഞാൻ ജസ്റ്റ് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പോയി ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പോയി ഇരുന്നപ്പോൾ ടപ്പേന്നൊരു സൗണ്ടും കുറേ ബ്ലഡ് അങ്ങ് പോയി. എനിക്കത് ആലോചിക്കാനേ വയ്യ, കുറേ ബ്ലഡ് പോയി. എനിക്ക് എന്ന് വെച്ചാൽ ചെറിയ ബ്ലീഡിംഗ് ഒന്നും അല്ല, തുള്ളി ഒന്നും അല്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലഡ്, ഒത്തിരി ബ്ലഡ് അങ്ങ് പോയി. അപ്പൊ ഞാൻ ഒരു നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് അയ്യോ എന്താണിത്, എൻ്റെ അമ്മേ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല. ഞാൻ ആ സമയം ഷോക്ക് അടിച്ച് കണക്കിരിക്കുവാണ്. എന്നിട്ട് ഞാൻ ഒരു 2 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് കാമായിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വയറ്റിൽ ഞാൻ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ബാബ അനങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കുറെ ഇങ്ങനെ കുത്തി നോക്കിയപ്പോ ഒരാൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നു. അത് ഭയങ്കര ഇതാണ്. അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോവും, ഇവിടെ നിന്ന് ഇങ്ങനെ വരും, അങ്ങനെയാണ്. അപ്പൊ എനിക്കൊരു ആശ്വാസമായി, കുഞ്ഞ് അനങ്ങുന്നുണ്ട്, എനിക്കൊരു ആശ്വാസമായി. ഞാൻ കുറച്ച് കാമായിട്ട് ഞാൻ ഇവർ 2 വിളിക്കണം. എന്റെ അമ്മയും നല്ല ഉറക്കം, ജോഷിനും ഉറക്കം, വിളിയോട് ഞാൻ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് പ്രാന്തനാണ് കേസ്, ഇത് ഉറങ്ങി കഴിഞ്ഞ ഇവിടെ പോകാൻ എണീക്കത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ ഈ വിളിയായിട്ട് ഞാൻ 3:30 ഞാൻ ഓടി ചെന്നിട്ട് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലീഡിങ് ആയി. അപ്പൊ എന്റെ അമ്മയാണെങ്കിൽ കരച്ചിൽ തുടങ്ങി. അയ്യോ ഞാൻ പറഞ്ഞു അമ്മ ദൈവം കരയുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു പാഡ് എടുത്തിട്ട് തരുമെന്നൊക്കെ ചോദിച്ചു. പാഡൊക്കെ കൊണ്ട് ഞാൻ എണീറ്റ് പോയി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നീ പൊയ്ക്കോ, ഞാൻ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. എണീറ്റ് പോയി. ഞാൻ പോയി കഴിച്ചു. ഞാൻ ഇങ്ങ് വന്ന് എന്റെ പെട്ടിയൊക്കെ എടുക്കുവാണ്, ഈ വയറൊക്കെ വെച്ചിട്ട് പെട്ടിയൊക്കെ എടുക്കുന്നു, എന്റെ സാരി എടുക്കുന്നു. കുറെ കഴിഞ്ഞിട്ട് ഒരാൾ കാണാനില്ല, ഈ ടോയ്ലറ്റ് കാണാനില്ല. ഡ്രസ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ആ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയപ്പോഴത്തേക്കും മറ്റേ ഭയങ്കര കട്ടായിട്ടുള്ള ബ്ലഡ് ഇല്ല, ലിക്വിഡ് പോലെ അല്ല, കണ്ടത് എന്റെ തല വരുത്തിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പൊ വീഴും എന്നുള്ളത് മനസ്സിലായി.
ഞാൻ എന്ത് ചെയ്തു, ഞാൻ പയ്യ തറയിൽ തന്നെ സൈഡിലങ്ങ് ഇരുന്ന്, കാരണം എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പൊ വീഡിയോ ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ അവിടെ ഇരിപ്പിരുന്നിട്ടുണ്ടാവും ബോധം പോയിട്ട്. എന്നിട്ട് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എണീറ്റപ്പോഴില്ലേ എനിക്ക് തലയിൽ ഭയങ്കര പെയിൻ. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ എവിടെയാണ്, എന്താ സംഭവിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടല്ലോ, അതങ്ങനെ തല ഇറങ്ങി വീണ്ടുള്ളവർക്ക് അറിയാം. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ബ്ലഡ് ഉണ്ടാകാൻ പേടിയൊന്നുമില്ല. പക്ഷെ ഈ ഉറക്കത്തിന് എണീച്ച് പെട്ടെന്ന് തോന്നുന്ന ടെൻഷനായിട്ടാണ്. അങ്ങനെ ഞാൻ സ്മെല്ലായിരുന്നു. എനിക്ക് എന്തോ ഇതുപോലെ ആയത്. ഞാൻ നോക്കിയപ്പോ ഒരാളെ കാണാനില്ല. എന്നിട്ട് ഞാൻ ഞാൻ പയ്യെ നോക്കിയെന്ന് വെച്ചാൽ ഞാൻ പെട്ടി ടോയ്ലറ്റിൽ ഇത്ര നേരമായിട്ട് ഇറങ്ങാത്തത്. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓർമ്മയൊക്കെ തിരിച്ചെടുത്തിട്ട് വന്ന് റൂമിൽ വന്നിട്ടാണ് നിങ്ങൾ റെഡി ആവും. ഞാൻ 10 മിനിറ്റ് എനിക്കാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാനാണ് ഗർഭിണി, ഞാൻ ഇവിടെ ബ്ലീഡിങ് ആയിട്ട് ഞാനാണ് ആക്ച്വലി ടെൻഷൻ അടിച്ച് ഇവിടെ കരഞ്ഞു വിളിച്ച് കിടക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഞാൻ എണീറ്റ് കാമായിട്ട് എണീറ്റ് ഈ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് എന്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ, കാരണം ഇവർക്ക് അറിയത്തില്ല, ഞാൻ തന്നെ കുഞ്ഞിന്റെ ഡ്രസ്സും എടുത്ത് വെക്കുവാണ്. എന്നിട്ട് അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ ഫ്ലാസ്കോ അങ്ങനത്തെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ചൂടുവെള്ളമൊക്കെ എടുക്ക്, ഞാൻ ഇത് എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരാൾ പതുക്കെ വേണ്ടേ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടോ, ഞാൻ 10 മിനിറ്റ് കിടന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി കിടന്നോ, ഞാൻ വിളിക്കാം, റെഡി ആകുമ്പോ വിളിക്കാം. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോഴും ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പിന്നെ അവര് 36 വീക്സ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ബേബി ഓക്കെ ആയിരുന്നു, ബേബിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ്ങിന് അവർ ഇഞ്ചക്ഷൻ ചെയ്തു. 2 ദിവസം ഞാൻ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞു, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു. കാരണം ആ സമയത്തും എന്റെ പ്ലാസന്റ ലോവർ ആയിരുന്നു, താഴെ ആയിരുന്നു എന്റെ പ്ലാസന്റ. ഓക്കെ, എനിക്ക് മേലെ വന്നില്ലായിരുന്നു. പക്ഷെ ആ സമയത്തും ഡോക്ടറും ചിലപ്പോൾ ചിലർക്ക് 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് സമയത്താവുമ്പോൾ അത് കറങ്ങി മുകളിലോട്ട് വരും എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ പ്ലാസിന്റെ താഴെ തന്നെ ആയിരുന്നു, ബേബിയുടെ തലയും താഴെയായിരുന്നു. വാവ നല്ല രീതിയിൽ താഴോട്ട് എന്നെ പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക്. കാരണം എനിക്ക് ചില സമയത്ത് ഇരിക്കുമ്പോഴുണ്ടോ എനിക്ക് തോന്നുന്നു ഇവളുടെ തലയുടെ പുറത്താണ് ഞാൻ കയറി ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചില സമയത്ത് കൊച്ചിന് തലയിലെ മുകളിലാണ് കയറി ഇരിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് നല്ല പ്രഷറാണ്. ചില സമയത്ത് എനിക്ക് നല്ലൊരു പ്രഷർ വരുമല്ലോ. അപ്പൊ എന്നെ അഡ്മിറ്റ് ചെയ്ത് എനിക്ക് പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പായി, എന്നെ തിരിച്ചു വിട്ടു. 2 ആഴ്ച നല്ല പ്രോപ്പർ റെസ്റ്റ് കഴിഞ്ഞത് ഒരാൾക്ക് റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഞാൻ ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ, അപ്പൊ 38 വീക്ക് ആയ എനിക്ക് 38 വീക്സ് ആയി കഴിഞ്ഞു. ആക്ച്വലി 39th വീക്കിലോട്ട് വരുവാണ്. അപ്പൊ ഒരു ദിവസം രാവിലെ എണീറ്റപ്പം എവിടെന്നോ എനിക്ക് പെട്ടെന്ന് എന്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ പറഞ്ഞു കേർട്ടനൊക്കെ മാറ്റി. അങ്ങനെ ഞാൻ പറഞ്ഞു ഈ കേർട്ടനൊക്കെ മാറ്റും, പുതിയ കേർട്ടനൊക്കെ ഇട്. എനിക്കറിയത്തില്ല, എനിക്ക് വേറെ ഒന്നും അറിയാം, ഞാൻ വേറെ ഒന്നും ചെയ്യാൻ, എനിക്ക് പെട്ടെന്ന് ഈ റൂം ക്ലീൻ ചെയ്യണം. ഞാൻ പെട്ടെന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ ഭയങ്കര ഓടി നടന്ന് ചെയ്യല്ല, ജസ്റ്റ് അവിടെ പതുക്കെ സ്റ്റൂളൊക്കെ ഇട്ട് ഇരുന്ന് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തുടച്ച് പൊടിയെല്ലാം കളഞ്ഞ് ജനലിൽ അവിടെയൊക്കെ തുടച്ച് ചെയ്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി, ഒരു കുഴപ്പമില്ലായിരുന്നു. ഉറങ്ങി ഞാൻ വൈകുന്നേരം എണീറ്റ് ഒരു 6 മണിയൊക്കെ ആയപ്പോ കുളിക്കാൻ. അത്ര ആ സമയത്ത് തന്നെ ഞാൻ എണീറ്റ് കുളിക്കാൻ പോയി. ഒരു കുഴപ്പമില്ലായിരുന്നു, പെയിൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കുളിച്ചിട്ട് ആ ബാട്ടപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും വീണ്ടും അടുത്ത അത് അത്ര ബ്ലീഡിങ് അല്ല, പക്ഷെ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ കാലിൽ കൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. സോ അപ്പം ഞാൻ വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പൊന്നടുത്ത് പറഞ്ഞു, അവന് വീണ്ടും എനിക്ക് ബ്ലീഡിങ് ഉണ്ട്, ഡോക്ടറിന് ഒന്ന് വിളിച്ചു നോക്കാം. അത് കഴിഞ്ഞ് ഡോക്ടറിനെ വിളിച്ചപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട വരിക, പെട്ടിയും കിടക്കായിട്ട് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയാം. എൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വരണം, പെട്ടിയൊക്കെ ആയിട്ട് വാ, അഡ്മിറ്റ് ആവാൻ കണക്കണ രീതിയിൽ വാന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ PV ചെയ്യുമല്ലോ, PV ചെയ്തപ്പോഴത്തേനും ആണ് ദേ കിടക്കുന്നു. PV ചെയ്തപ്പോഴത്തേനും ബ്ലീഡിങ് കുടുകുടാന്ന് എൻ്റെ ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ PV ചെയ്ത് ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇനി കൂടുതൽ തൊടാൻ പറ്റത്തില്ല, കാരണം അവിടെ ഒരു ബൗളിന്റെ അത്ര ഒരു ഇതില് ബ്ലഡ് ക്ലോട്ടായിട്ട് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ഒന്ന് കിളി പോയി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് വാവനെ പുറത്തെടുക്കണം, കാരണം ബ്ലീഡിങ് നല്ല രീതിയിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവര് വന്നു, ഡ്രസ്സൊക്കെ മാറ്റാനുള്ള ഇതിന് വന്നപ്പോഴാണ് ജോഷ്യം പറഞ്ഞത്. ജോഷ്യം വന്ന് നോക്കിയപ്പോഴത്തേനും അവിടെ ഫുള്ള് ബ്ലഡ്, അവിടെ ഫുള്ള് ബ്ലഡ്.
പിന്നെ ഞാൻ എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയല്ലേ, കർത്താവിന്റെ ഭയങ്കര കരുതൽ എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ടെൻഷൻ ആയതേ ഇല്ല. എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം വന്നില്ല. ഞാൻ കൂളായിരുന്നു. ഞാൻ ഡോക്ടറെ ഞാൻ ഇന്ന് പ്രസവിക്കാൻ പോവുകയാണോ, അവരെ എന്റെ കൈ കിട്ടും. എനിക്ക് ഒരു ഇതും ഇല്ലാതെ നിൽക്കുവാണ്, ഒരു ഇതും ഇല്ല. എല്ലാം സംഭവം എല്ലാം എന്നെ റെഡിയാക്കി എല്ലാം ഡ്രസ് ചെയ്ത് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി. അത് കിംസിലായിരുന്നു കേട്ടോ, ബഹ്റൈൻ കിംസിലാണ്. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി ഇട്ട് ആൾക്കാരെ വേറെ ഒന്നും കാണാനില്ല. അതുപോലെ തിരിച്ചിറക്കി ആ ഡോറിന്റെ സൈഡിൽ എന്നെ തിരിക്കുക. എന്നിട്ട് ഇവര് ഭയങ്കര ഡിസ്കഷൻ. എനിക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ ഗർഭിണിയായിട്ട് ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് ഗൈസ്. എന്റെ മനസ്സിൽ ഫുള്ളും സത്യം പറയാലോ, ഞാൻ ഈ പ്രസവം കഴിഞ്ഞ് ഞാൻ മരിച്ചു പോകുന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഗൈസ്, ഞാൻ ഈ പ്രസവത്തിൽ ഞാൻ മരിച്ചു പോകും. എന്റെ മനസ്സിൽ ഫുള്ളും ഞാൻ മരിച്ചു പോകും. എത്ര ദിവസം എന്നറിയോ, രാത്രി ഞാൻ ചോദിച്ചിട്ട് പറയും, ഞാൻ മരിച്ചു പോയാലും ഭാവേനെ വേറെ ആരും ഏൽപ്പിക്കരുത്, സ്വന്തമായിട്ട് വളർത്തണമെന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഇവിടെ അവിടെ ഡോറിന്റെ പുറത്തിറക്കിയ ഡോക്ടർമാരെല്ലാം ഒരു കൂട്ടം കൂടി നിന്നിട്ട് ഭയങ്കര ചർച്ച. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് 10-15 മിനിറ്റ് ചർച്ച തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ പോയിട്ട് ഡോക്ടർ എന്താണ് പ്രശ്നം, എന്താണ് സീൻ, എന്താന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് കണക്കാണ്, ബ്ലീഡിങ് ഹെവി ആണ്, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ല. അങ്ങനെയല്ല, അവിടെ ബ്ലഡ് ബാങ്ക് ഇല്ല. ഇൻ കേസ് ഇങ്ങനെ പ്രൊസീജിയറിന്റെ സമയത്ത് ബ്ലീഡിങ് കൂടുതലായി പോയി കഴിഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് കിംസിലില്ല. അപ്പൊ ഇവരുടെ തന്നെ അടുത്ത ഹോസ്പിറ്റലാണ് റോയൽ ബഹ്റൈൻ. അപ്പം സൽമാനിയില് റോയൽ ബഹ്റൈനിൽ ആ ഫെസിലിറ്റി ഉണ്ട്. കാരണം ഇത് എമർജൻസി അല്ലേ, ലാസ്റ്റ് ഘട്ടമായി. അപ്പൊ അവരെന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് എന്റെ അടുത്ത് വന്ന് അത് പറഞ്ഞപ്പോ എനിക്ക് എന്നെ കിളി പോയി കയറും. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ എന്നെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റിയിട്ട് രാത്രി 10-10:30 ആവുമ്പോഴേക്കും നിന്നെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി. ഞാൻ ബാക്കിൽ കാറിന് പോവാണ്. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ സമയം കൊണ്ട് ഇവിടെ ഓപ്പറേഷനിലോട് കയറ്റി. ആ ഹോസ്പിറ്റൽ റോയൽ ബഹ്റൈനിലെത്തി അകത്ത് കയറ്റി. അപ്പൊ ഞങ്ങള് നേരെ ഹോസ്പിറ്റലിലെത്തി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, ഡോക്ടർ വന്നിട്ട് പറയാണ് പെങ്കൊച്ചാണ്, പ്രശ്നമൊന്നുമില്ല. ഒരു കൊച്ചു ആംഗ്രി ഗേൾ എന്നാ പറഞ്ഞത്. ഇറങ്ങിയപ്പോ തന്നെ കീറി വിളിച്ചിട്ടാണ് അത് കഴിഞ്ഞൊക്കെ നോക്കിയപ്പോഴത്തേനും പെട്ടെന്ന് ഒരു കരച്ചിലും ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് പക്ഷെ അവരിങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു കേസ്. അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് എനിക്ക് എന്തോ എന്ന് വെച്ചാൽ ആ ഒരു ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ഇന്ന് ഞാൻ പ്രസവിക്കും. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ എന്റെ പാവ വന്നു. എനിക്ക് എന്തോ 11:15. അതായത് നാട്ടിലെ ടൈം നോക്കുകയാണെങ്കിൽ 22-ഉം ഡേറ്റ് 22, ഇവിടത്തെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 21. അങ്ങനെ വാവ വന്നു. എന്നിട്ട് ഫസ്റ്റ് അവര് കൊണ്ടുവരാണ് വാവനെ എന്നെ കാണിക്കാനായിട്ട്. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫസ്റ്റ് എന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയോ, ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കാരണം ഇവളുടെ ആ വലിയ വായായിരുന്നു കേട്ടോ നമുക്ക്. അപ്പൊ ഞാനിങ്ങനെ ഈ കൊച്ചി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ എടുത്തു, അകത്ത് കയറിയിട്ട് ഞാൻ എടുത്തു, കുറച്ച് നേരം കയ്യിലൊക്കെ വെച്ച് അങ്ങോട്ട് ഇടയ്ക്ക് നോക്കി. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. 2.94 അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ ഞാൻ ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഒരു കണ്ണ് മാത്രം തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് മുടിയൊക്കെ കോവിഡിയാ, നല്ല നീളമായിരുന്നു കേട്ടോ. വാവക്കൂടെ ജനിച്ചപ്പോ മുടി ഇവിടെയൊക്കെ നല്ല, പക്ഷെ ആ മുടിയെല്ലാം കുഴിഞ്ഞു പോയിട്ടാണ് ഈ മുടി വന്നത്. കിടന്ന് ആ ബാക്കിൽ നല്ല നീളത്തിലായിരുന്നു മുടി ഉണ്ടായിരുന്നു. മറ്റേ ജാക്കിന്റെ മുടി. ഇതാണ് സ്റ്റോറി. അപ്പൊ ഇതായിരുന്നു എനിക്ക് എമർജൻസി സി സെക്ഷൻ. ഇതായിരുന്നു എന്റെ എമർജൻസി സി സെക്ഷൻ. ഓ ഒരു പക്ഷെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഇതൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ളത്. കഴിഞ്ഞിപ്പോ 10 മാസം കഴിഞ്ഞു. 10 ഗൈസ്, അടുത്ത മാസം 1 വയസ്സാകാൻ പോകുന്ന മുതലാണിത്. എനിക്ക് പക്ഷെ ഇപ്പൊ ഓർമ്മ പോലും കിട്ടുന്നില്ല. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയം പെട്ടെന്ന് ടൈം പോട്ടെ ഇങ്ങനെയാണ് പണ്ടൊക്കെ ഇവിടെ കിടത്തി അവിടുത്തെ കിടക്കുമായിരുന്നു. ഇപ്പൊ കിടത്തി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയും. നമ്മള് എന്താ പറയാ, നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സമയമായിരുന്നു എന്റെ ബാബക്കുട്ടൻ അന്നും. ഇതായിരുന്നു ഗൈസ് ഞങ്ങളുടെ
കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഇടാൻ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോറി ഇട്ടത്. അല്ല സ്റ്റോറി പറഞ്ഞത് സോ ഞങ്ങള് കുറച്ച് ലാഗ് ആയെന്ന് തോന്നുന്നു എനിക്ക്. എത്ര മിനിറ്റ് ആയി? കുറച്ച് സമയമായി. അറിയത്തില്ല. ഞങ്ങൾ ചുരുക്കിയാണ് പറഞ്ഞത്. ഇതില് കൊറേ കാര്യങ്ങളുണ്ട്. പാട്ട് ഒന്നുമില്ല, ഒറ്റ പാട്ട് തന്നെ നമ്മൾ തീർച്ചയാണ്. ഇത് ആക്ച്വലി ഇതിലും കൊറേ കാര്യങ്ങൾ പറയണം, പക്ഷെ എനിക്ക് വെറുതെ പറഞ്ഞ് നമ്മള് ഒരു വീഡിയോയിൽ ലാഗടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ഇതായിരുന്നു ആക്ച്വലി സംഭവിച്ചത്. അപ്പൊ ആ സമയത്ത് ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് ഓടി നടന്ന സംഭവമായിരുന്നു എവിടെ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സംഭവ ബഹുലമായി ബാബുക്കുട്ടൻ പുറത്ത് വന്നു. ഓഗസ്റ്റ് 21, 2023 ബാബുക്കുട്ടൻ പുറത്തു വന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ and subscribe to our channel. Thank you. Bye bye. നമസ്കാരം. വെൽക്കം ബോർഡ്. Welcome aboard. റെക്കോർഡ് തന്നെ അറിയാം ഇത്രയും.